Hi all, ഞാൻ എറണാകുളത്തുള്ള Densitae ഹെയർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി എൻ്റെ ഒരു കസിൻ ഒരു 1 year ബാക്ക് ആൾ ചെയ്തപ്പോൾ തന്നെ ഞാൻ അവനെ കുറേ നിരുത്സാഹപ്പെടുത്തി. കാര്യം ഇത് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഒക്കെ വരും, ഇത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, ഇപ്പോൾ എന്തോരം ആൾക്കാർ മുടിയില്ലാതെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അതൊന്നും കെയർ ചെയ്തില്ല. അവൻ വന്ന് ഇവിടെ വന്ന് ഇത് ചെയ്തു. അവൻ്റെ ഹെയറൊക്കെ ഭയങ്കര ഇത് ചെയ്തതിന് ശേഷം ഭയങ്കര ഹെയറൊക്കെ നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ആയി. ആളുടെ ലുക്ക് തന്നെ മാറി. പിന്നെ അവൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടി. അവനാകെ 25 years ആണ് ഏജ് ഉള്ളൂ. ലാസ്റ്റ് ഞാൻ പിന്നെ അവൻ്റെ സമയം കിട്ടിയിട്ട് അവൻ്റെ കൂടെ ഒന്ന് ഇവിടം വരെ വരാൻ വേണ്ടി ഞാൻ അവൻ്റെ കുറേ നടന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ പലരും ഈ പറഞ്ഞ പോലെ ഇതിന് കുറേ സൈഡ് എഫക്റ്റ് ഉണ്ട്, ഇത് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ട് കുറേ ആൾക്കാർ പറഞ്ഞെങ്കിലും ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാത്ത പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വന്ന് ഇവിടെ ഒരു ദിവസം തന്നെ 7-8 സർജറീസ് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ വന്ന് അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ 1 മാസത്തേക്ക് അപ്പോയിൻമെൻ്റ് ഇല്ല ഇവിടെ. എന്നിട്ട് പിന്നെ ഞാൻ എന്താ പറയുക 1 മാസത്തോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് സർജറിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഇവിടെ നല്ല പ്രഗത്ഭരായ ടെക്നീഷ്യൻസും ഡോക്ടേഴ്സും ഒക്കെ എല്ലാ കാര്യത്തിലും രാവിലെ തുടങ്ങി വൈകിട്ട് വരെ നമ്മളുടെ കൂടെ തന്നെ നിന്ന് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇവർ ചെയ്തു തന്നു. ഇഷ്ടംപോലെ ഇപ്പോൾ ഇത് ഭയങ്കര കോമ്പറ്റീഷനാണ്, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടെങ്കിലും എന്താ പറയുക ഇവിടെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സർജറി എന്ന് പറയുന്നുണ്ടെങ്കിലും അതങ്ങനെ വലിയ പേടിക്കത്തക്ക രീതിയിലുള്ള ഒരു കാര്യമില്ല. സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മൾ കൂളായിട്ട് ഇരുന്നാൽ മതി. ഒട്ടും പെയിൻഫുൾ അല്ലാത്ത ഒരു സർജറിയാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക മുടിയില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോകും. പക്ഷേ മുടി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. നമുക്ക് എവിടെയും ഏത് ഫംഗ്ഷന് പോയാലോ അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും മീറ്റിങ്ങിലാണെങ്കിലും എന്തിലും നമുക്ക് പക്ക കോൺഫിഡൻസോടെ നമുക്ക് ഇരിക്കാൻ പറ്റും. ഈ മുടി എന്ന് പറയുന്നത് നിസ്സാര സംഭവമാണ്. ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അതുള്ളതിൻ്റെ കോൺഫിഡൻസ് ലെവലൊന്നും വേറെയാണ്. അത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. അതായത് ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാവർക്കും ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള പേടി കൊണ്ട് മാത്രം ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. എനിക്കിനി ഇവിടെ നിന്ന് മുടിയൊക്കെ വന്ന് എല്ലാം ഓക്കെ ആയതിനു ശേഷമാണ് എനിക്ക് അവർക്ക് ധൈര്യം കൊടുത്ത് അവരെയൊക്കെ ഇങ്ങോട്ട് ഞാൻ തീർച്ചയായിട്ടും അവരെ ഇങ്ങോട്ട് റെഫർ ചെയ്യും. അവർക്ക് ഇപ്പോൾ എന്താ പറയുക വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവരെയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ മാക്സിമം ട്രൈ ചെയ്യും. എനിക്കിവിടെ നിന്ന് വളരെ നല്ല എക്സ്പീരിയൻസാണ് കിട്ടിയത്. എല്ലാ രീതിയിലും സപ്പോർട്ടീവായിരുന്നു. ഇവർ അപ്പോയിൻമെൻറ്റ് പറഞ്ഞ സമയത്ത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും, പിന്നെ അതുമാത്രമല്ല നമ്മൾ സർജറിക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി കറക്റ്റായിട്ട് ഇവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്യും. ഓരോ കാര്യങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും RT-PCR ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഇവർ നമ്മൾ മറന്നുപോയാൽ പോലും ഇവർ കറക്റ്റായിട്ട് ഓർമ്മിപ്പിച്ച് തലേ ദിവസം വൈകിട്ടും കൂടെ നാളെ സർജറിയാണ്, ഷാർപ്പ് ടൈമിൽ എത്തണം എന്ന് പറയാം. നമ്മൾ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല നല്ല റിസപ്ഷനിൽ തുടങ്ങി എല്ലാ കാര്യത്തിലും നമുക്ക് പ്രോപ്പറായിട്ട് നല്ല ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് തന്നേക്കുന്നത്. എല്ലാ രീതിയിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്.